നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ആണ്. അപ്ലൈഡ് ഡയാലിസിസ് ടെക്നോളജിയിലെ യൂണിറ്റ് 2 മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് ആൻഡ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി അഷുറൻസ് ഇൻ ഡയാലിസിസ്. ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. നമുക്കറിയാം ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലായിക്കോട്ടെ, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നമ്മളുടെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മളുടെ ഒരു ഇന്ത്യൻ ഡയാലിസിസ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ റേറ്റ് ഈ ക്രോണിക് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് വളരെ കൂടിയ അളവിൽ കാണുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ പ്രസൻസ് ആ ഒരു സെറ്റിംഗ്സിൽ ഉള്ളത് കൊണ്ടും അത് ഡയറക്ട്ലി ആ ഒരു പേഷ്യന്റിന്റെ ഉള്ളിലേക്ക് എത്തി അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടുമാണ് ആ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ 3 എലമെന്റ്സ് ഉണ്ട് ഇൻഫെക്ഷന്റെ. ആ 3 എലമെന്റ്സ് ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സോഴ്സ് ഓഫ് ജേംസ്. ആദ്യം വേണ്ടത് എന്താണ്? ബാക്ടീരിയ ഓർ വൈറസ്. ഏതാണ് നമ്മളുടെ ജേംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ജേംസ്, അതിന്റെ സോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നതാണ് ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സണിലേക്ക് ഈ ഇൻഫെക്ഷൻ വരുന്നു, ആ ഒരു പേഴ്സണെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഈ സോഴ്സ് ഓഫ് ജേംസിൽ നിന്ന് ഹോസ്റ്റിലേക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്, ആ ഒരു വേനെയാണ് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ തന്നെ 3 തരത്തിലുണ്ട്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമുക്കറിയാം ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ അസുഖങ്ങൾ സ്പ്രെഡ് ആകുന്നു, ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ നിന്ന് പേഷ്യൻസിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് ഒരു കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി അത് എയർബോൺ ആണ്. അതായത് ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് സംസാരിക്കുമ്പോൾ ആളുടെ വായിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്, ആ ഡ്രോപ്ലെറ്റ് എയറിലൂടെ വന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നു. അതാണ് എയർബോൺ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഡ്രോപ്ലെറ്റ്സ് ആണ് വരുന്നത്. ഒരാളുടെ സംസാരിക്കുന്നത് വഴിയോ ചുമയ്ക്കുന്നത് വഴി വരുന്ന ഡ്രോപ്ലെറ്റ്സ് ത്രൂ ഇൻഫെക്ഷൻസ് വരുന്നതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനും ഇൻക്ലൂഡഡ് ആണ്. ഈ ഫ്ലൂ, നമ്മൾ കോമൺ കോൾഡ് ഒക്കെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി എളുപ്പത്തിൽ സ്പ്രെഡ് ആവുന്നതാണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി സ്പ്രെഡ് ആവുന്നത്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു എയർബോൺ ട്രാൻസ്മിഷൻ ആണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയാം. കാരണം ഒരാള് ചുമയ്ക്കുകയോ അല്ലെങ്കിൽ ശ്വസിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന എയറോസോൾസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് അത് നമ്മളുടെ എയറിൽ തങ്ങി നിൽക്കുന്നു. എയറോസോൾസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസിന്റെ പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ ജേംസിന്റെ പ്രസൻസ് ഉള്ള ഇതിനെയാണ് നമ്മൾ എയറോസോൾസ് എന്ന് പറയുന്നത്. ആ ജേംസിന്റെ പ്രസൻസ് നമ്മളുടെ എയറിൽ, നമ്മളുടെ ബ്രീത്തിങ് എയറിൽ ഒരു നിയർലി 1 hour വരെ അതിന് യാതൊരു നാശവും സംഭവിക്കാതെ നിലനിൽക്കും. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോൾ അത് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ട്യൂബർകുലോസിസ് ഒക്കെ ഒരു എയർബോൺ ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണ്. ഡ്രോപ്ലെറ്റ്സും അങ്ങനെയാണ്. നിയർലി ഒരു 1 meter ഫോൾ, 1 meter അകലെയുള്ള ആളുകളിലേക്ക് വരെ എന്ത് വരുന്നുണ്ട്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി അസുഖങ്ങൾ സ്പ്രെഡായി വരുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസ് ഹീമോഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആണ്. അതിന് കാരണങ്ങൾ ഇതാണ്. അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് അവർ കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഐ വി ത്രൂ, അതായത് വെയിനിലേക്ക് നീഡിൽസ് എപ്പോഴും ബ്ലഡ് സ്ട്രീം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രീക്വന്റ് യൂസ് ഓഫ് കത്തീറ്റേഴ്സ് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരുന്നതിനുള്ള ഒരു കാരണമാണ്. അതുപോലെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, കാരണം അവരൊരു ഡിസീസ്ഡ് കണ്ടീഷനിലാണ്, അവരൊരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാണ്. അപ്പൊ ഒരു വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം കാരണം കൊണ്ടും എന്ത് വരാം? ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് അവരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് ഫ്രീക്വന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്.
ഒരു നിയർലി 1 മന്ത് അല്ലെങ്കിൽ മോർ ദാൻ 1 വീക്സ് ഒക്കെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാന്ന് പറയുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷന് വളരെയധികം സാധ്യത കൂടിയ ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഇൻഫെക്ഷൻസും അസുഖമുള്ള ഒരുപാട് പേഷ്യൻസ് വന്നു പോകുന്ന സ്ഥലമാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സുമായിട്ട് വളരെ കോണ്ടാക്ട് വരുന്നതാണ്. ആ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എഗെയിൻ വേറെ പേഷ്യൻസിനൊക്കെ ആയിട്ട് കോണ്ടാക്ട് വരുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സ്റ്റേസ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് വഴി സർജറി ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം സ്റ്റേ ചെയ്യുന്ന വഴി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വരുന്നത് ഒരു ഡയാലിസിസ് യൂണിറ്റിൽ നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാമെന്നുള്ള കാര്യമാണ്. നമ്മൾ ഡയാലിസിസ് യൂണിറ്റിൽ വരുന്ന പേഷ്യൻസിന്റെ സെറോളജിക്കൽ ടെസ്റ്റിങ്സ്, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഇപ്പൊ പണ്ട് കാലത്ത് കോവിഡ് വന്നിരുന്ന സമയത്ത് ഹോസ്പിറ്റൽസിൽ എപ്പോ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു മൈനർ സർജറി ആയിക്കോട്ടെ, എന്തൊരു പ്രൊസീജിയറിന് ചെല്ലുമ്പോൾ നമ്മളോട് കോവിഡ് ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് റിസൾട്ട് കയ്യിൽ പിടിക്കണം എന്ന് പറയുമായിരുന്നു. ഈവൻ ട്രാവൽ ചെയ്യുമ്പോൾ പോലും അങ്ങനെ, ഫ്ലൈറ്റ് ത്രൂ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു മൊഡാലിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോളിനുള്ളത്. അപ്പൊ ഈ ഒരു ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരം പേഷ്യൻസ് വന്നു പോകുന്ന ഒരു ഏരിയയാണ് ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് ഒരു സെയിം പേഷ്യൻസ് തന്നെ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റുട്ടീൻ ആയിട്ട് അവരോട് സെറോളജിക്കൽ ടെസ്റ്റിംഗ് നടത്താം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HBV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും HCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് സിയും ആണ്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് സെറോളജിക്കൽ ടെസ്റ്റിംഗ് വഴി നമ്മളത് നോക്കുക. അതുപോലെ തന്നെ HBS AG പോസിറ്റീവ് ആവാം. HBS ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവ് ആവുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. അപ്പൊ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് സ്പെഷ്യൽ ഡയാലിസിസ് കെയറും അവർക്ക് ഒരു സ്പെഷ്യൽ യൂണിറ്റ് തന്നെ നമ്മൾ കൊടുക്കുക ഐസൊലേറ്റഡ് പേഷ്യൻസിനുള്ളത്. കാരണം അവരൊരു മറ്റൊരു ഇൻഫെക്ഷൻ അവർക്കുണ്ട്, പക്ഷേ അത് പറഞ്ഞ് ഡയാലിസിസ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് അവിടെ കൊടുത്തുകൊണ്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐസൊലേറ്റ് ചെയ്യാണ് അതിൽ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സർവൈലൻസ് ഫോർ ഇൻഫെക്ഷൻസ്. നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻസിനെ പറ്റി എപ്പോഴും ബോധറായിരിക്കുക, നമ്മൾ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുക, ഇൻഫെക്ഷൻസ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. എപ്പോഴും ക്ലീനിങ് പ്രൊസീജിയേഴ്സ്, ഒരു അസെപ്റ്റിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്ലീനിങ് പ്രൊസീജിയേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. മെഡിക്കേഷൻസ് മാനേജ് ചെയ്യുക, എക്യുപ്മെന്റ്സ്, അവിടെയുള്ള എക്യുപ്മെന്റ്സും കൺസ്യൂമബിൾസും ഒക്കെ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻസ് ഫ്രീ ആക്കി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക, എസ്പെഷ്യലി ഇൻ ദ ഡയാലിസിസ് യൂണിറ്റ്.